വയ്ക്കാം. മീൻ അച്ചാർ. ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: മീൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അത് മീൻ അച്ചാർ ഇടാൻ വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നല്ല മാംസമുള്ള മീനായിരിക്കണം അച്ചാർ ഇടാൻ വേണ്ടി എടുക്കുന്നത്. അത് നെയ്മീനോ അല്ലെങ്കിൽ കാളാഞ്ചിയോ അങ്ങനെയുള്ള മീനുകളാണ് അച്ചാർ ഇടാൻ വേണ്ടി എപ്പോഴും നല്ലത്. അത് മീനാകുമ്പോൾ ഉടഞ്ഞു പോവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇതേപോലത്തെ 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം കായം, ഉണക്കമുളക്, വേപ്പിൻ്റെ ഇല, 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, മുളക് പൊടി ആവശ്യത്തിന്. അച്ചാറാകുമ്പോൾ കുറച്ച് എരിവ് വേണം, അപ്പോൾ മുളക് പൊടി അതനുസരിച്ച് ഇടുക. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, വിനീഗർ. ഈ അച്ചാർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലെണ്ണയിലാണ്. അത് എണ്ണ നമുക്ക് ആവശ്യത്തിന് എടുക്കുക. മീൻ വറുത്തെടുക്കുമ്പോൾ നമുക്ക് കറിക്ക് ഉപയോഗിക്കുന്ന എണ്ണയിൽ വറുത്തെടുക്കുക. പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. ഉപ്പിട്ട് ഇനി നമുക്ക് മീനിലേക്ക് മസാല പിടിപ്പിക്കാം. മീനിൽ ഓൾറെഡി ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി മുഴുവൻ ചേർക്കണ്ട, കുറച്ച് ഇപ്പം ചേർക്കാം. ബാക്കി നമ്മൾ പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. മുളക് പൊടി ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് ഒന്ന് മസാല മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വയ്ക്കാം. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മീൻ വറുത്തെടുക്കാം. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. മീൻ വറുത്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്തെടുക്കുമ്പോൾ നമുക്ക് കറിയിൽ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ മീൻ വറുത്തെടുക്കാം. പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നന്നായിട്ട് മുരിയണം. മീൻ വറുത്തെടുക്കുമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിടുക. നമ്മുടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്കിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ മീൻ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് മറിച്ചിടാം. ഇപ്പോൾ മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. മീൻ എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ ഉലുവയും കായും കടുകും ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പാൻ വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുകിട്ട് പൊട്ടിക്കാം. അത് മുഴുവൻ കടുകിട്ടുണ്ട്, കുറച്ച് കടുക് നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിലേക്ക് മൂപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കായം ചേർക്കാം. ചെറിയ പീസാക്കിയിട്ട് ചേർക്കാം. കായം മുരിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർക്കാം. നമ്മുടെ കായം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഇത് എണ്ണയിൽ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഉലുവയും കടുകും കായവും പൊടിച്ചതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർക്കാം. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ വേണം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കും. എണ്ണ ചൂടായപ്പോൾ നല്ല അച്ചാറിൻ്റെ മണം വരുന്നുണ്ട്. അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ല എണ്ണയിൽ ഉണ്ടാക്കണം. നമുക്കിതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് ചേർക്കാം. പേസ്റ്റ് അല്ല. ഇത് നന്നായിട്ട് മൊരിയണം. അത് നന്നായിട്ട് മൊരിഞ്ഞില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞത്, പക്ഷേ ഇത് പേസ്റ്റ് അല്ല. അത് നമ്മൾ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിക്ക് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അച്ചാർ കുറേ നാൾ കേടാവാണ്ടിരിക്കും. ഞാൻ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കുത്തകൾ പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയും കുറച്ച് കൂടുതൽ ചേർക്കണം. കാരണം അച്ചാറിന് നല്ല എരിവുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മുളക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കണ കായയും ഉലുവയും കടുകും ചേർക്കുക. അത് നമ്മൾ കായ നമ്മൾ പൊടിയായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്താൽ മതി. നമ്മൾ പൊടിച്ചാൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് എണ്ണയിൽ വറുത്തെടുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ ഉലുവയും കടുകും കായും നമ്മൾ എണ്ണയിലിട്ടിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി വറുത്തെടുത്തേക്കാൻ തന്നെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം. നമ്മുടെ പുളി അനുസരിച്ച് നമ്മൾ വിനീഗർ ചേർക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വിനീഗർ ആവശ്യമെങ്കിൽ നമുക്ക് രണ്ടാമത് കുറച്ചുകൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് കുറച്ച് എല്ലാം നന്നായിട്ട് മെയിൻലി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. കുറച്ച് വിനീഗറും കൂടി ചേർക്കണം. സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കരുത് നമ്മൾ.
അപ്പോൾ എരിവും ഉപ്പും പുളിയെല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്.